രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് അറിയിക്കുവാനാണ് ഇപ്പോൾ അവധി ദിവസമാണെങ്കിലും വിളിച്ചത്. ഒന്ന്, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ ചില ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ കണ്ണൂരും തിരുവനന്തപുരത്തും റെയ്ഡ് നടത്തിയിരുന്നു. നമുക്കറിയാം, ഇത്തരത്തിലേക്കുള്ള കേസുകൾ വരുമ്പോഴേക്കും പരിശോധനകൾ നടക്കുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണ ഇങ്ങനെയുള്ള പരിശോധനയൊക്കെ മുൻ ഗവൺമെന്റ് സമയത്തൊക്കെ നടന്നപ്പോഴേക്കും അങ്ങനെയുള്ള പരിശോധനകൾ ആവശ്യമായ ഘട്ടത്തിൽ വേണ്ടിവരും എന്നൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന കൃത്യമായിട്ട് പരിപാലിച്ചു പോകുന്നതിന് നിയോഗിക്കപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തി പൂർത്തിയാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് അവരെ അതിന് തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലുള്ള തുടർ നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം തന്നെ പ്രതിഷേധാർഹമാണ്, വളരെ ഗൗരവമായ വിഷയമാണ്. സ്ത്രീകളടങ്ങുന്ന കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും പോയ സമയത്ത് മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടന്നത്. തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായ ക്രിമിനൽ സംഘം പലരും അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പോലീസ് ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലപ്പുറം ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, അതിൽ ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാറ് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി ചുടുകല്ലെറിയുന്നതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്ന ചിത്രമാണ്. അവരെ ഒന്നും തന്നെ പ്രതി ചേർക്കുവാൻ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് രാജ്യത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് വലിയൊരു തടസ്സമാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ക്രമക്കേട് കാണിക്കുന്നവരെയൊന്നും അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്താം, ED അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുൻപാകെ ബോധ്യപ്പെടുത്താം. അപ്പോൾ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഇപ്പോൾ പറയുന്ന പ്രതിപട്ടികയിൽ പറയുന്നവരോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ഒന്നും മാത്രമല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ പല സ്ഥലങ്ങളും വീണ്ടും കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഒരു സമരത്തിന്റെ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ തർക്കത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ പോലീസ് സംവിധാനം ഇക്കാര്യങ്ങളെ കാണരുത് എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. അടിയന്തരമായിട്ട് ഇവരെ കണ്ടുപിടിക്കണം. ഇവരൊന്നും കിട്ടാത്തവരൊന്നുമല്ലല്ലോ, ഇവരൊന്നും അങ്ങനെ പിടിക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്റർനാഷണൽ കുറ്റവാളികളൊന്നും അല്ലല്ലോ. ഇവരെയൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്യാന്നല്ലേ ഉള്ളൂ. അത് അങ്ങേറ്റം തന്നെ പ്രതിഷേധാർഹമാണ്. നമ്മുടെ രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ നാണക്കേടാണ്, തിരുവനന്തപുരം പട്ടണം നാണക്കേടാണ്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് തിരുവനന്തപുരം പോലെ സ്റ്റേറ്റ് ക്യാപിറ്റൽ വന്നിട്ട് ഒരു അന്വേഷണം നടത്തി അവർക്ക് ജീവനോടെ തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും കേരളത്തിന് മുഴുവൻ നാണക്കേടാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. IPS ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ക്രിമിനലുകളുടെ മുമ്പിൽ മുട്ടുവിറച്ച് നിൽക്കുന്നത് ഒരു ഭരണകൂടത്തിന് ആശാസ്യമല്ല. ഞാനിപ്പോൾ ഇത്രയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് നമുക്ക് വേറെ നോക്കാം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഈ ഭരണസമിതി ചുമതല ഏറ്റതിനു ശേഷം ഞങ്ങൾ നിരവധി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ കോർപ്പറേഷൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിൽ താൽപര്യം പൂണ്ട പലരും തന്നെ പൊതുസമൂഹത്തോട് വളരെയധികം കടപ്പാടും സ്നേഹവുമുള്ളവരൊക്കെ തന്നെ പല കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത് ഞാൻ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ പ്രമാണം ചെയ്യുവാനുള്ള സാമ്പത്തിക സഹായം അവർക്ക് ചെയ്തിട്ടുണ്ട്. പ്രമാണം കഴിഞ്ഞ് പ്ലാൻ വരച്ച അനുസരിച്ച് അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകും. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയം നമുക്കറിയാം. ഇപ്പം ഞാനൊരു ഗവൺമെന്റ് സർക്കാർ സ്കൂളിൽ ഗ്രാമപ്രദേശത്ത് പഠിച്ചതാണ്. അപ്പോൾ നിരവധി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലുമുള്ള ചില എയ്ഡഡ് സ്കൂളുകളിലുമുള്ള കുട്ടികൾക്ക് ഇപ്പോഴും പുസ്തകവും ബാഗും ഒക്കെ വാങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൈത്താങ്ങായി മാറണം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെന്ന് ഞങ്ങൾ ഭരണസമിതി വരുന്നതിന് മുമ്പ് തന്നെ ആലോചിച്ചിരുന്ന കാര്യമാണ്.
ഈ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും ചില എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും അത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 5050 കുട്ടികൾക്ക് ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് വച്ചിട്ട് 5050 കുട്ടികൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു സ്കൂൾ ബാഗ്, ഹൈസ്കൂളിനാണെന്നുണ്ടെങ്കിൽ ആവശ്യമായ നോട്ട്ബുക്ക്, അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടാവും, അതിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും. ഇപ്പോൾ എന്താ താഴത്തെ കുട്ടികൾക്കുള്ള ചെറിയ ക്ലാസ്സിൽ LP സ്കൂളിലെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ഹൈസ്കൂളിന് ടിഫിൻ ബോക്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അതിൽ കുട ഉണ്ടാവും. ഇങ്ങനെ അത്യാവശ്യം കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പാണ് അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് അത് കൊടുക്കും. അതിനുശേഷം കൌൺസിലർമാർ വാർഡുകളിൽ പോയി അതാത് വാർഡുകളിലെ സ്കൂളുകളിൽ വിതരണം ചെയ്യും. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും പണമെടുക്കുന്നില്ല. കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ഒന്നും തന്നെ സാമ്പത്തികം ശേഖരിക്കാതെ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾ സഹായിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും പണമായിട്ടല്ല, നമ്മൾ ഏത് തരത്തിലുള്ള സഹായമാണോ ചെയ്ത് ആ ഉൽപ്പന്നമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ബാങ്കുകൾ CSR ഫണ്ട് തരുന്നുണ്ട്. അത് CSR ഫണ്ടായി ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങൾ കിറ്റായിട്ടാണ് വാങ്ങുന്നത്. ഇവിടെ പറയുന്ന എണ്ണം കിറ്റ്, അവർക്ക് എത്ര പണമാണോ തരാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള കിറ്റ് ഇവിടെ വാങ്ങി ഏൽപ്പിക്കണമെന്നോ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് മേയർ കെയർ എന്നുള്ള പരിപാടിയാണ്, ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. മേയർ കെയർ എന്ന പേരിൽ ഞങ്ങൾ അർഹരായ കുട്ടികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. വളരെ വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. 5000 കുട്ടികൾക്ക്, 5050 കുട്ടികൾ, 101 വാർഡിലായിട്ട് 5050 കുട്ടികൾക്കാണ് കിറ്റ് കൊടുക്കുന്നത്.